രതീശ അങ്ങോട്ട് കൊടുക്കടാ. എന്തായി? മുതലാളി പറഞ്ഞ് ഇവിടെ ഒരു ജോലി. മുതലാളി പറഞ്ഞിട്ട് എന്താണ്? പണിക്കാണെങ്കിൽ നേരെ അങ്ങോട്ട് പോവാ. എനിക്ക് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ്. എണ്ണി നോക്ക്. ഇല്ല സാറേ, സാറിൻ്റെതല്ലേ. നീ ഇപ്പൊ കാണാ? നീ ഞാനിനി നാട്ടിലേക്ക് പോയി. വാ റോഡിലെ. ഇല്ല സാറേ, ഞാൻ വാ. മോനെ സമയം 10:45. ചേട്ടൻ തുരുത്തി പണിക്ക് വന്നാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഞാനിവിടേക്ക് തന്നെയുള്ള ജോലി സംബന്ധ കാരണത്താൽ പുറത്തായിരുന്നു. മോൻ്റെ വീട് എവിടെയാണോ? മോനെ ഏതാണ്? ഞാൻ ആ കുമാരൻ്റെ മകനാ. ചെത്തുകാരൻ കുമാരൻ്റെ മകനാണോ? അപ്പനിപ്പോ എവിടെ? മരിച്ചുപോയി. 4 വർഷത്തോളമായി. എന്തൊക്കെ തെങ്ങിന്ന് വന്നാ. അല്ല, ചേട്ടൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് ജോസ് എന്നാണ്. ഏത് ജോസ്? തെക്കേ പറമ്പില? ഏത് നീ ഉദ്ദേശിച്ച? പൈസ ആളിയെ കെട്ടി പണിയൊന്നുമില്ല. ഇത് കുറച്ച് കൊണ്ടാ. നീ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇതൊന്നുമില്ലടാ. നീ ഇപ്പൊ ഇത് പോയി, നമുക്ക് പിന്നെ ശരിയാക്കാം. പണികളാ നീ കാണിക്കുന്നത്? നിന്റെ ആശാനല്ലടാ വരുന്നത്. എവിടെ ജോസേട്ടാ? എവിടെയായിരുന്നു ജോസേട്ടാ? ജോസേട്ടാ, ജോസേട്ടാ, കിഴക്കേലെ പോലീസുകാരൻ പറഞ്ഞത് കഴിഞ്ഞ മാസം വരുമെന്നുള്ള ജോസേട്ടാ. ജോസേട്ടന് ആള് മാറിപ്പോട്ടെ ജോസേട്ടാ. പിന്നെ മാറാതെ എങ്ങനെയാടാ? മാറണ്ടേ? ആരായാലും മാറിപ്പോവും. അത് നീ ആയാലും. ഞാനിങ്ങോട്ട് ഒരിക്കലും വരണമെന്ന് കരുതുന്നില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പോലീസുകാരൻ്റെ സഹായത്തിൽ ഒരു ജോലി കിട്ടി. എനിക്കെൻ്റെ മോനെ കാണണമെന്ന് തോന്നി, നാട്ടിൽ വരണമെന്ന് തോന്നി, അത്ര തന്നെ. ജോസേട്ടൻ ധൃതി പിടിച്ച് അങ്ങോട്ടാ പോണേ ജോസേട്ടാ? ഞാൻ എൻ്റെ വീട്ടിലേക്ക്. അല്ല എങ്ങോട്ട് പോകാൻ? ജോസേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താണ് ഞാൻ പോയാൽ? ജോസേട്ടാ അതല്ല, കഴിഞ്ഞ ആഴ്ച ഷാപ്പിൽ വെച്ച് ഞാനും ജോണിയും കൂടി ജോസേട്ടൻ പല്ലാരും പറഞ്ഞിട്ട് 1-2 പറഞ്ഞ് തല്ലി പിടിച്ചാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജോസേട്ടാ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അത് ശരിയാവൂല. ഞാൻ അവിടെ ചെന്നിട്ട് അവനായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. അവനിപ്പോ പഴയവരല്ല. ജോസേട്ടൻ ഇങ്ങോട്ട് വാ. അവൻ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. ജോസേട്ടൻ അങ്ങോട്ട് പോവാൻ ശരിയാവൂല. അപ്പൊ കൊച്ചു പേടിക്കും. ജോസേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും ജോസേട്ടാ. ഞാൻ ചെന്ന് അവനോട് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ആ വലയിൽ മീൻ കിടപ്പുണ്ട്, അതങ്ങോട്ട് ഊണും കഴിക്കാം. ചെറുതല്ലിരിപ്പണ്ടാ? അതെവിടെ ഉണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ജോണിയുടെ അപ്പൻ ജോസ് ഇവിടെ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതല്ലേ ഞാൻ അവിടെ ഇരിക്കണേ. എല്ലാം ശരിയാക്കി തരാം. നിന്റെ അളിയൻ വന്നിട്ടുണ്ട്. ഏത്? ആ തെക്കപ്പറമ്പിലെ ജോസേ. ജോസോ? അത് തന്നെ.
എടാ വർക്ക് സൂക്ഷിക്കണോട്ടോ. അവനെ ഞാൻ ചേട്ടാ അതങ്ങോട്ട് കഴിച്ചേ. ഞാൻ പോവാട്ടോ. ആ ആ ആ അമ്മച്ചീനെ നോക്കിയിരിക്കാതെ എന്റെ കൊച്ചങ്ങോട്ട് എടുത്ത് കഴിച്ചേ. അതെടുത്ത് കഴിക്കാൻ, അതെടുത്ത് കുടിച്ചേ. ആ പീറ്ററേട്ടാ, ഇത് എവിടെ ആയിരുന്നു? കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം വന്നിട്ടുണ്ട്. അപ്പനോ? ഏത്? ജയിലിൽ കിടക്കുന്ന? ആ കഴിഞ്ഞ മാസം വരുമെന്ന് പറഞ്ഞത്. വന്നിട്ടുണ്ട്. ഇതും പറഞ്ഞല്ലേ പീറ്ററേട്ടാ കഴിഞ്ഞ ആഴ്ച നിങ്ങളും ചേട്ടനും കൂടി വഴക്കിട്ടത്? ആ ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞിരിക്കുന്നത്. അയ്യോ ഇങ്ങോട്ടോ? പീറ്ററേട്ടാ എന്തിന്? അല്ലെങ്കിൽ തന്നെ ചേട്ടൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്പന്റെ പേരും പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവാ. ഇങ്ങോട്ട് വരണമെന്ന് പറയണം. മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അയാളുടെ വീടല്ലേ, അയാൾക്ക് വന്നോന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആ പീറ്ററേട്ടനോ? അന്ന് നമ്മൾ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് പിണങ്ങിപ്പോയ ആളാണ്. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പം വന്നിട്ടുണ്ട്. ആരുടെ അപ്പൻ? ചേട്ടന്റെ അപ്പന്. നിന്റെ അപ്പൻ. ദേ പീറ്ററേട്ടാ, ഇക്കാര്യം പറഞ്ഞാണ് നമ്മ കഴിഞ്ഞ ആഴ്ച ഷാപ്പിൽ വെച്ച് വഴക്കുണ്ടായത്. ഇനി ഇതും പറഞ്ഞു വരണ്ട. എനിക്ക് അയാളെ കാണുവാൻ വേണ്ട, അയാളോടൊന്നും പറയാനും. നീ മാറിപ്പോടി. ചേട്ടാ നീ ജോലിക്ക് പോ. ചേട്ടനറിയാല അയാൾ എന്തിനാ ജയിലിൽ കിടന്നേന്ന്. അയാൾ എന്താ ചെയ്തേന്ന് അറിയാല. ചേട്ടാ അപ്പനല്ലേ ചേട്ടാ, വേണ്ട ചേട്ടാ. അപ്പനെ അയാളൊന്ന് വന്നിട്ട് പോട്ടെ. പീറ്ററേട്ടാ, ഇക്കാര്യം പറയാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ചേട്ടാ മേരി, നീ ഒന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കി. പീറ്ററേട്ടാ, അയാള് വള്ളപ്പുരയിൽ വന്നിരിക്കുന്നു. ഞാൻ എന്ത് പറയും? നീ എന്താന്ന് വെച്ചാൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്കറിയില്ല എന്താ ചെയ്യുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? വീണ്ടും നീ വന്നല്ല. അവന് ഭ്രാന്ത, ജോസന്റെ ഭ്രാന്തായ. ഭ്രാന്ത അവരാണ്. അവരെന്താ പറഞ്ഞതെന്ന് നിനക്കറിയാ? ഈ ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, എന്റെ നാടല്ലേ നീ പോയിക്കോളൂന്ന്. പാട്ടി അതൊക്കെ പോട്ടെ, നീ പോയാലും എന്തായി? നടക്കൂല ജോസേട്ടാ. അതെന്താ? ഞാനും അവന് ഒന്ന് രണ്ടും പറഞ്ഞു പോന്ന. ഇത് വലയില് മീൻ കയറിയെന്നോ, ഞാൻ നോക്കട്ടെ. ആ ഓ ചേട്ടാ ഒന്നുമില്ലല്ലോ, അപ്പനല്ലേ, ക്ഷമിക്കാൻ പാടില്ലേ? ഇത്രയൊന്നും വാശി പാടില്ല മനുഷ്യന്മാരായാലും. നീ എന്ത് പറഞ്ഞാലും അയാളോട്ടുള്ള വെറുപ്പ് എനിക്ക് മാറാൻ പോണില്ല. ഞാനൊന്നും മറന്നിട്ടില്ല. മാറ്റണ്ട ചേട്ടന്റെ വാശി. നടക്കട്ടെ, അതല്ലേ ഇവിടെ നടക്കുന്നത്. മേരി, 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 നിങ്ങൾ ഈ വാശിയും കൊണ്ട് നടന്നോ? ആ കൊച്ചിതെല്ലാം കണ്ടല്ലേ പഠിക്കുന്നത്. എന്റെ പൊന്നുപോലെ വന്നിട്ട് എടുത്തു തരാം. അപ്പനെ പോലെ തുടങ്ങാതെ. നീ ഒന്നും പറയണ്ട, നിനക്കറിയില്ല അയാളെ. എടാ നിന്റെ അപ്പനും കൊച്ചാപ്പനും എന്തേ പറമ്പിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു? പെട്ടെന്ന് ചെന്നില്ല ആരെങ്കിലും ചാവും. ജോണിയേട്ടാ എങ്ങോട്ടാ? ജോണിയേട്ടാ വേണ്ട. അങ്ങോട്ട് മാറി. ജോണിയേട്ടാ വേണ്ട, പോ. ജോണിയേട്ടാ വേണ്ട. കൊച്ചോട് മാറിയെന്നേ.
മേരി നിന്നോടാ പറഞ്ഞ മാറാൻ. ജോണേട്ട എടി വേണ്ട, മാറി. അച്ഛനെ പോലെ ജയിലിൽ പോയി എടി കിടക്കാനാ? മാറിയ മേരി നീ അവിടെ ജോണേട്ട വേണ്ട, അച്ഛനെ പോലെ ജയിലിൽ പോയി കിടക്കാനാ? നിന്നോടാ പറഞ്ഞ മാറാൻ. ജോണേട്ട വേണ്ടാന്ന്. എന്നെ ഇവിടെ ഇട്ട് കത്തിക്ക് ഞാൻ. കോടതി വെറുതെ വിട്ടാലും നിന്നെ പറഞ്ഞ വിടില്ലടാ ഞാൻ. ഓടി മോനെ അവനെ കൊല്ലടാ. ഈ കരയിലിട്ട് അവനെ കൊല്ലണം. വെറുതെ വിടരുത് അവനെ. തന്നെ ഞാൻ കൊന്നിരിക്കും. അപ്പനാണ് പോലും വന്നേക്കണ്. ഒന്ന് പോടാ, അവനോ വിവരമില്ല. മെമ്പറൊന്നും പറയണ്ട. അവൻ മോളെ കൊന്നേച്ചാ വന്നേക്കണത്. അവനവിടെ കണ്ടുപോരുത്. വീട്ടിലെ വീട്ടിലെ കൊലയാളി വന്നേക്കണത്. വാ ജോസേട്ടാ. എന്താ ജോസേട്ടാ ഇത്? കുട്ടി ആകെ ചോരയൊക്കെ ഒലിക്കുന്നു. ഷർട്ടിലൊക്കെ ഉണ്ടല്ലോ. ഷർട്ടിലൊക്കെ ചോര ഉണ്ട്. ഷർട്ട് ഉണ്ടോ? ഇത് മാറി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ആ വീട്ടിൽ കിടക്കണോടാ. എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന ആ വീട്ടിൽ. ഞാൻ ശരിയാക്കാം ജോസേട്ടാ. ഞാനില്ലേ, അതാണ് എൻ്റെ ആഗ്രഹം. സമാനോട്ടിരിക്കും. ചോര നിക്കണല്ലോ ജോസേട്ടാ. നമുക്ക് ആശുപത്രി പോയാലോ? എന്താ ജോസേട്ടാ ഇത്? ജോസേട്ടാ, ജോസേട്ടാ, ജോസേട്ടാ. എനിക്കെല്ലാം അറിയണം. ഓ, നിങ്ങളുടെ തിപ്പണ്ട. കാശും മേടിച്ചു, മീനും കൊടുക്കാൻ പറ്റില്ല. എവിടാടാ മീൻ? ചേച്ചി എന്താടാ? നീ വന്നേച്ചി. അതെ, ജോസ് വന്നിട്ടുണ്ട്. ഏത് ജോസ്? ആ തെക്കേപ്പറമ്പിലെ. അതിന് അയാളുടെ മോൻ ജോണിയായിട്ട് അടിയൊക്കെ ചെയ്തു. നിനക്ക് പണിയൊന്നില്ലേ? മീനെത്തിക്കട്ടെ ചേച്ചി. എന്താടി പ്രശ്നം? ആ തെക്കേ പറമ്പില് ജോസ് വന്നു. അയാളുടെ മോനുമായിട്ട് വഴക്കായിരുന്നു, അതിന്റെ ബഹളായിരുന്നു. മെമ്പറെ, മെമ്പർ വന്ന ഇടപെടണം. എടാ പീറ്ററെ, അവരുടെ കുടുംബകാര്യത്തിൽ എന്ത് ഇടപെടാനാണ് ഞാൻ? അങ്ങനെ പറയല്ലേ മെമ്പർ. എന്ത് പറഞ്ഞാലും ജോസന് രാത്രിയെങ്കിലും വീട്ടിൽ കിടക്കുന്നൊരു ആഗ്രഹമുണ്ട്. മെമ്പർ ഒന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടാണ്. നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ചെയ്ത് കൂട്ടിയത്? എല്ലാം അറിയാവുന്നതല്ലേ? ശരിയാണ്. മെമ്പർ ഒന്ന് പറഞ്ഞാൽ അവൻ കേൾക്കും. ഒന്ന് സമ്മതിപ്പിക്കും. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ജോണി, ജോണി. ആ മെമ്പറോ? എടാ ജോണി, ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാല്, മെമ്പർ എന്താ പറയാൻ വരുന്നത് എനിക്കറിയാം. മെമ്പർ കണ്ടതല്ലേ അവിടെ എന്താ നടന്നതെന്ന്. നിന്റെ അപ്പനല്ലടാ, നിന്റെയും കൊച്ചിനെയും കാണാൻ ഒരാഗ്രഹം അയാൾക്കില്ലേ? വന്ന് കണ്ടിട്ട് പോട്ടേടാ. ആ എന്തെങ്കിലും ചെയ്. എടി മേരി, നീയെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. ഇവിടെ എങ്ങനെ കിടന്ന കാലത്ത് എനിക്ക് പൊയ്ക്കോളും. നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്നാ ഞാൻ പോണു. മോളെ വാ, വാ മോളെ. ആരെന്ത് തന്നാലും മേടിച്ചോണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കഴിക്ക്. മോള് കുറച്ച് കഴിക്കും. വെള്ളം എടുത്തേടി.
ആ വെള്ളമില്ലല്ലേ, ഞാൻ എടുത്തോണ്ട് വരാം. മോള് കഴിക്കൂട്ടോ. അപ്പനെന്താ ഇരട്ടത്ത് നിക്കണേ? മോളെ, അപ്പന് ഒരു പിടി ചോറിനൊന്നും ആഗ്രഹമുണ്ട്. കഞ്ഞിയായാലും മതി, അത് മോളുടെ കൈ കൊണ്ട് തിന്നണമെന്ന് ആഗ്രഹം ഈ അപ്പൻ. ചേട്ടനെ അപ്പനെ കണ്ട വലിയ പ്രശ്നമാവും. എന്തായാലും അപ്പനിവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വെള്ളം എവിടെ മേരി? ഞാനിപ്പോ കൊണ്ടുവരാം ചേട്ടാ. ഇതാർക്കാ ചോറെടുക്കണത്? അത് ഞാൻ പറയാം ചേട്ടാ, ഞാൻ വെള്ളം കൊണ്ടുവരാം. അപ്പാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇയാളെ ഇവിടെ കേറ്റരുതെന്ന്. അവളുടെ ഒരു ചോറ്. നിങ്ങളെന്നെ മോനെയൊന്നും വിളിക്കണ്ട, ഞാനൊന്നും മറന്നിട്ടില്ല. ചേട്ടാ വേണ്ട, അപ്പനല്ലേ. കേറ്. അവളുടെ ഒരു ചോറ് കൊടുക്കും. നീ ആരെ കൊല്ലാനാണ് അയാള് വന്നേക്കണത്? വിട്ടേ, എണീക്കടാ. എണീക്കടാ, ഞാൻ പോയി. ഇതെവിടെയൊക്കെ പാതിരാത്രിക്ക്? നീ ആ തെക്കേപ്പറമ്പിലേക്ക് വാ. അവിടെ എന്താ? നീ വേടാ. അതേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനാണ്. ജോസേട്ടൻ്റെ ഒരു കാര്യം. അവിടെ ഇപ്പൊ എന്താണ്? എന്നാ വേണ്ട, നീ അടിച്ചു. ഞാൻ കൊച്ചിനോട് നേരത്തെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞ. എന്നാടാ പീറ്ററെ, നീ അടി. അടിയടാ. പണിയെല്ലാം അടിക്കാൻ വേണ്ടടാ. നിനക്കും വേണ്ട. അവന് കൊടുക്കുന്നതാണ് പണിയെടുക്കുന്നവനാ. അടിയടാ. കണ്ട, അവൻ കാശ് പറഞ്ഞ. ഓ, നിന്റെ ഒരു എന്റെ വീട്ടിലാടാ. മോളെ, മോളെ, കാപ്പലിത്തിരി കൊള്ളു ഓടിച്ചു. തുറക്കോളെ മോളെ. പേടിച്ചു പോയാലടാ.
ആ ഇരിയടാ. ജോസേട്ടൻ എന്താ പറയണ്ടെന്ന് പറഞ്ഞു? എന്താ കാര്യം ജോസേട്ടാ? പറയാടാ. ജോസേട്ടൻ എങ്ങടെ പോണു? ജോസേട്ടൻ ഇവിടെ നിന്നാ പോരെ? ഞാനില്ലേ ഇവിടെ. പണ്ടൊരു പേടിയാണ്. ജോസേട്ടൻ എന്താ പറയാനുള്ളത് പറയൂ. ഞാൻ ജോസേട്ട പീറ്ററല്ലേ, പേടിയാണ് വന്നിട്ട്. ജോസേട്ടൻ ഇങ്ങനെ ചിരിക്കല്ലേ ജോസേട്ടാ? നിനക്ക് പേടിയാവുന്നുണ്ടല്ലോ. മോളെ യെസ് മോളെ 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 എന്ത് പറ്റി മോളെ? മോളെ യെസ് മോളെ മോളെ എന്തിനാണ് ഇത് ചെയ്തത്? എന്ത് മോളെ മോളെ? ഞാനിവിടെ ഉണ്ടെങ്കിൽ അപ്പന് നാണക്കേടാ. മോളെ ഞാൻ പോണപ്പ, ഞാൻ പോണ്. മോളെ യെസ് മോളെ. അപ്പ കരയരുത്, ഒന്ന് ചിരിക്കപ്പ. അപ്പന്റെ ചിരി മോളെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ചതി പറ്റിപ്പോയപ്പ. എന്നോട് പറഞ്ഞ പോരായിരുന്നു മോളെ. എന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. നശിച്ചിട്ടില്ല അവള്. അപ്പൊ കൊണ്ടു മോളെ. ആരും കാണാത്തടത്തേക്ക് അപ്പൊ കൊണ്ടുപോകും മോളെ. നിനക്ക് അറിയാൻ പാടില്ലടാ. വീട് ജോസേട്ടാ, എന്റെ വിട്ടേക്ക് വന്നിട്ട്. എന്റെ മോള് മരണക്കിടക്കേക്ക് പറഞ്ഞാടാ. ഞാൻ എങ്ങടെങ്കിലും പോകാ, എന്റെ വിട്ടേക്ക് വന്നിട്ട്. എന്റെ പിഞ്ചു കുഞ്ഞിനെ കൊന്നു വന്നതാ.